കൊല്ലം തേവലക്കരയിലെ ഒരു സ്കൂളിലുണ്ടായ ദാരുണമായൊരു സംഭവമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി സ്കൂൾ മേൽക്കൂരയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് സ്കൂളിന് മുകളിലെ ഷീറ്റിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. തെന്നിക്കിടന്ന ഷീറ്റിൽ കാൽ വഴുതിയപ്പോൾ തൊട്ടടുത്തുകൂടി പോയ വൈദ്യുതി കമ്പിയിൽ മിഥുൻ പിടിക്കുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വീട്ടിലെ മകൻ മരിച്ച ദുഃഖമാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായി പോകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതല നൽകി ഷാനവാസ് IAS അങ്ങോട്ട് പോയിട്ടുണ്ട്. കൊല്ലം PDയും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനും ഉച്ചശേഷം സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു. കേരളത്തിലെ ഏതാണ്ട് 14,000-ഓളം വരുന്ന സ്കൂളുണ്ടല്ലോ. ആ സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. 100ഓളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി കൊല്ലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ അധികൃതർക്കും വൈദ്യുതി വകുപ്പിനും വീഴ്ച ഉണ്ടായതായും വിമർശനമുണ്ട്. വിവരങ്ങളുമായി BB വിനോദും S വിനീഷും ചേരുന്നു. ആദ്യം വിനീഷിലേക്കാണ്. വിനീഷ്, ഏറെ ദാരുണമായ സംഭവമാണ്. ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ആരാണ്? ആർക്കാണ്, എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷോക്കേറ്റ് മരിച്ചത്. വലിയപാടം മിഥുൻ ഭവനിൽ മിഥുനാണ്. 33 വയസ്സാണ് ഈ വിദ്യാർത്ഥിനിക്ക് പ്രായം. ഇന്ന് സ്കൂൾ തുറന്ന സമയം, അതായത് സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് മുന്നേ വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് മൈതാനത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കളിക്കുന്നതിനിടയിൽ ഒരു വിദ്യാർത്ഥി, അതായത് മിഥുനോടൊപ്പം ഉണ്ടായ വിദ്യാർത്ഥി ചെരുപ്പെടുത്ത് മുകളിലേക്ക് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് വന്ന് വീണത് ഈ സ്കൂളിന്റെ ഈ മൈതാനത്തോട് ചേർന്ന് ഒരു ഷീറ്റ് ഇട്ട ഒരു സൈക്കിൾ, ഈ വിദ്യാർത്ഥികളുടെ എല്ലാം സൈക്കിൾ കൊണ്ടുവെക്കാനായി ഒരു ഷീറ്റിട്ട ഒരു ഷെഡ് നിർമ്മിച്ചിരുന്നു. ഈ ഷെഡിന്റെ മുകളിലേക്കാണ് ഈ ചെരുപ്പ് വന്ന് വീണത്. ഈ സ്കൂളിന്റെ കെട്ടിടത്തിന്റെ മുകളിലൂടെ ഈ ഷീറ്റിന്റെ മുകളിലേക്ക് ഇറങ്ങാവുന്ന ഒരു വഴിയുണ്ട്. അതായത് അവിടെ പലക വെച്ച് മറച്ചതായിട്ടാണ് അറിയുന്നത്. പക്ഷേ ഈ പലക എല്ലാം ഇളക്കി മാറ്റിക്കൊണ്ട് വിദ്യാർത്ഥി ആ ഷീറ്റിന് മുകളിലേക്ക് നടന്നു വന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മിഥുൻ നടന്നു വരുന്നതും അതുപോലെ തന്നെ കാൽവഴുതി ഇലക്ട്രിക് ലൈനിലേക്ക് പിടിക്കുന്നതും അങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ മിഥുന് ഷോക്കേറ്റ് കിടക്കുന്നു. അങ്ങനെ അധ്യാപകർ ഓടിയെത്തുകയും ഒരു ബെഞ്ച് ഉപയോഗിച്ച് മിഥുനെ അടിച്ചു മാറ്റുകയും ചെയ്യുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മിഥുന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള വളരെ ദുഃഖകരമായ വാർത്ത പുറത്തു വരുന്നു. എന്തായാലും ഇതിന്റെ ഒരു ഞെട്ടലാണ് ആ ഗ്രാമം ഒന്നാകെ. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തുമെന്നറിയുന്നു. ബാലാവകാശ കമ്മീഷൻ സ്ഥലത്തെത്തി കേസെടുത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ശാസ്താംകോട്ട പോലീസ് DYSP അടക്കം സ്ഥലത്തെത്തുകയും ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ മിഥുന്റെ മൃതശരീരം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് അവിടെ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്ന് നമുക്കറിയുന്നു. വിനീഷ്, ഈ സ്കൂളിലെ ഈ വിദ്യാർത്ഥികളുടെ സൈക്കിൾ വെക്കാനായി നിർമ്മിച്ച ഷെഡാണിത്. അതിന് തൊട്ട് മുകളിൽ കൂടിയാണ് ഈ വൈദ്യുതി ലൈൻ പോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അത്രയും താഴ്ന്ന്, പ്രത്യേകിച്ചും നിരവധി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഈ രീതിയിൽ ഒരു വൈദ്യുതി കമ്പിയൊക്കെ ഉയർത്തി സ്ഥാപിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ വൈദ്യുതി വകുപ്പിന് വീഴ്ച ഉണ്ടായെന്ന് പറയുന്നുണ്ട്. സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതൊരു വിമർശനം കേൾക്കുന്നുണ്ടല്ലോ. അത് ഈ ഷെഡിന് പഞ്ചായത്തിന്റെ അനുമതി ലഭിച്ചിരുന്നില്ലേ? അത്തരം ചില ആരോപണങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്, അതായത് പഞ്ചായത്ത് അധികൃതർ അറിയാതെയാണ് ഈ ഷീറ്റ് ായിട്ടുള്ള ഒരു നിർമ്മാണം അവിടെ നടന്നത് എന്ന് പറയുന്നുണ്ട്. അശാസ്ത്രീയമായിട്ട് നിർമ്മാണമാണ്, ഇതിന് അനുമതി നൽകിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ
തീർച്ചയായും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലൂടെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനാസ്ഥയാണ്. അത് KSEBയുടെ അനാസ്ഥയാണ്. ഇതിനെതിരെ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. സംഭവത്തിൽ ഈ ഇലക്ട്രിക് ലൈൻ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ അധികൃതർ പരാതി നൽകിയതായി പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു എന്നും വലിയൊരു ആക്ഷേപമുണ്ട് KSEBക്കെതിരായിട്ട്. എന്നാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇതിന്റെ കൂടുതൽ വ്യക്തത വരും. ടോം, എന്തായാലും വലിയ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. ഒരു പിഞ്ചോമനയുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത് സ്കൂൾ അങ്കണത്തിൽ വെച്ച് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നു. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദൃശ്യമാണ് ഇത്. സഹപാഠികൾ ഉൾപ്പെടെ കാണാനിടയായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ ഭീകരമായ ദൃശ്യമാണ്. കുട്ടി ഷോക്കേറ്റ് ആ ഊഞ്ഞാല് പോലെ ഞാന്ന് കിടക്കുന്ന ഒരു ഇലക്ട്രിക് ലൈനിൽ വീണ് കിടക്കുന്ന ഒരു വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. കരളലിയിപ്പിക്കുന്ന ഒരു രംഗമാണ്. എന്തായാലും അധ്യാപകർ പെട്ടെന്ന് അവിടെ എത്തുകയും ഈ ബെഞ്ച് ഉപയോഗിച്ച് കുട്ടിയെ അടിച്ച് താഴെയിടുകയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിശ്രമം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേട്ടോ. വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഏറെ സങ്കടകരമായൊരു കാഴ്ച, ഏറെ ദുഃഖകരമായൊരു കാഴ്ചയായിരുന്നു അത്. കാരണം ഒരു കുഞ്ഞിൻ്റെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ സ്കൂൾ അധികൃതരുടെയും വൈദ്യുതി വകുപ്പിൻ്റെയൊക്കെ അനാസ്ഥ മൂലം പൊഴിയുന്നൊരവസ്ഥ. BV വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി കൊല്ലത്തേക്ക് യാത്ര തിരിച്ചിട്ടുമുണ്ട്. നിലവിൽ പോലീസ് ഉൾപ്പെടെ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. അത് ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തണം. നിലവിൽ പ്രാഥമികമായി എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്നാണോ മനസ്സിലാക്കേണ്ടത് വിനോദ്? ടോം, ഉറപ്പായും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തും KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഒരുപോലെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിൽ എന്ത് ന്യായീകരണം പറഞ്ഞാലും ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് വളരെ സ്പഷ്ടമായി നമുക്ക് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ഈ സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് ഇത്തരത്തിൽ വൈദ്യുത കമ്പികൾ പോകരുത്. അതൊരു മാനദണ്ഡമാണ്. ഒരു സ്കൂളിന് ഫിറ്റ്നസ് ലഭിക്കണമെങ്കിൽ ആ മാനദണ്ഡം പാലിക്കേണ്ടതുണ്ട്. അത് പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, കാലങ്ങളായി ഇതിങ്ങനെ കിടക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ സ്കൂളിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. അവിടെ ആളുകൾ സ്കൂൾ വളപ്പ് ചാടിക്കടന്ന് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായി എന്ന വേദന തന്നെയാണ് അവശേഷിക്കുന്നത്. ആ കുട്ടി 8 മണിയോടുകൂടിയാണ് കൂട്ടുകാരോടൊപ്പം സ്കൂൾ വളപ്പിലേക്ക് കയറുന്നത്. അതിനുശേഷം അവർ അവിടെ കളിക്കുന്നതിനിടെ ഈ ചെരുപ്പ് ഷെഡിന് മുകളിലേക്ക് പോകുന്നു. മറ്റൊരു കുട്ടി എറിഞ്ഞതാണെന്ന് പറയുന്നു. ഏതായിരുന്നാലും അവർ കളിക്കുന്നതിനിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ചെരുപ്പ് എടുക്കാൻ 8ാം ക്ലാസ്സുകാരൻ അതിന് മുകളിൽ കയറുമ്പോഴാണ് ഇങ്ങനെ കാൽ വഴുതി അപകടമുണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ താഴെ കുട്ടികളുണ്ട്, പരിസരത്ത് ആളുകളുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച എന്ന ഒരു കാര്യമുണ്ട്. KSEBയുടെ ഭാഗത്തുമുണ്ട്. ഇപ്പോൾ എല്ലാവരും കൈ കഴുകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. KSEBയെ അറിയിച്ചിരുന്നു, അവർക്ക് അപേക്ഷ നൽകിയിരുന്നു എന്ന കാര്യം പറയുന്നു. KSEB പറയുന്നതാകട്ടെ ഈ വൈദ്യുതാഘാതം ഏൽക്കാത്ത തരത്തിലുള്ള ലൈൻ അവിടെ സ്ഥാപിക്കാമെന്ന് സ്കൂളിന് ഉറപ്പ് നൽകിയിരുന്നു എന്ന കാര്യം പറയുന്നു. നമുക്ക്